ഹലോ നമസ്കാരം. ഗീതാസ് ഫുഡ് കോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറേ ദിവസമായില്ലേ, 2-3 ദിവസമായി വന്നിട്ട്. ഞാൻ ഭയങ്കര മഴയായിരുന്നു, മഴയുടെ സൗണ്ട്, പിന്നെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ വീഡിയോ എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് ഞാൻ വെച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇന്നിപ്പോൾ നല്ല മഴയല്ലേ, അപ്പോൾ ഇന്നലെ ചേട്ടൻ കപ്പ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ ഞാൻ കപ്പ മാത്രം എടുത്തില്ല, കപ്പയും കുറച്ച് കടലയും കൂടി ഇട്ടിട്ട് പുഴുക്കായിട്ട് വെച്ചു, തേങ്ങ അരച്ച് ചേർത്തിട്ടാ. അപ്പോൾ എന്തായാലും അറിയായിരിക്കും കേട്ടോ, നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണ്. എന്നാലും എൻ്റെ കപ്പപ്പുഴുക്ക് എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ കപ്പയും കടലയും കൂടിയുള്ള പുഴുക്ക് എങ്ങനെയുണ്ടെന്ന് ഒന്ന് കണ്ടു നോക്കൂ. എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കും. ഇവിടെ 2 പിടി കടലയായിട്ട് എടുത്തേക്കുന്നത്. കുക്കറിൽ ഒരു 5-6 വിസിൽ വരുന്നവരെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വയ്ക്കാം. ഉപ്പ് ചേർക്കണില്ല. അപ്പോൾ ഇത് വേകുന്ന സമയം കൊണ്ട് ഞാൻ കപ്പ നന്നാക്കി റെഡിയാക്കി വെച്ചു. ഇനി കുക്കറിൽ വിസിലൊക്കെ വന്നു കഴിഞ്ഞ് സ്റ്റീമൊക്കെ പോയി കഴിഞ്ഞിട്ട് അതിലേക്ക് ഞാൻ ആ കടലയിലേക്ക് തന്നെ കപ്പ വേവിക്കാൻ വേണ്ടി ഇടുകയാണ്. അപ്പോൾ അതിന് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒരു 2 വിസിൽ കേട്ടോ, 2-3 വിസിലായാലും കുഴപ്പമില്ല, കപ്പ നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയാണ്. ഏകദേശം അത് വെന്തൊക്കെ വരുന്ന സമയം കൊണ്ട് അരപ്പ്, അതായത് നാളികേരവും പച്ചമുളകും ജീരകവും മാത്രമേ ചേർക്കണുള്ളൂ, അധികം എരിവ് വയ്ക്കണില്ല എന്ന് വിചാരിച്ചു. അപ്പോൾ അതും കഴിഞ്ഞ് ഏകദേശം ഒരു 2-3 വിസിലൊക്കെ വന്നു കഴിഞ്ഞിട്ട് കുക്കർ സ്റ്റീമൊക്കെ പോയിട്ട് തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതൊന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ, കാരണം ഇതങ്ങനെ ഒറ്റയായിട്ട് ഇരിക്കുകയല്ലേ. അപ്പോൾ ഒന്ന് നന്ന് വെന്തിട്ടുണ്ട്, എന്നാലും ഒന്ന് ഉടച്ച് കൊടുത്ത് നന്നായിട്ട് ഒന്ന് പുഴുക്കെന്ന് പറയുമ്പോൾ അങ്ങനെയല്ലേ. അത് കഴിഞ്ഞ് വീണ്ടും ഗ്യാസ് കത്തിച്ച് നാളികേരമൊക്കെ അരച്ചതും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, വെള്ളം പോരാന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിക്കും കേട്ടോ, കാരണം പുഴുക്കെന്ന് പറയുമ്പോൾ ഒരുപാട് കട്ടിയായാലും കൊള്ളില്ല, കുറച്ച് സെമി ആയിട്ടൊക്കെ വേണ്ടേ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുഴുക്ക് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാണ് കേട്ടോ. ഇനി കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കട്ടെ. ഇതിനിപ്പോൾ ഞാൻ എരിവ് കുറവാണെന്ന് പറഞ്ഞില്ലേ, അതെന്താണെന്ന് വെച്ചാൽ ഞാൻ അതിന് പകരം ഒരു പച്ചമുളക് ചമ്മന്തി അരച്ചിട്ടുണ്ട്. പച്ചമുളക്, പുളി, ചെറിയ ഉള്ളി, ഉപ്പ്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഇത് കൂട്ടിയാട്ടോ കപ്പപ്പുഴുക്കും പിന്നെ കഞ്ഞിയാട്ടോ വയ്ക്കാൻ പോണത്. അപ്പോൾ ഈ ചമ്മന്തിയും കൂട്ടിയാണെന്ന് കഴിക്കാൻ പോണത്. അപ്പോൾ മഴക്കാലത്ത് പറ്റിയ ഒരു കറി എന്ന് വേണമെങ്കിൽ പറയാം. മഴക്കാലത്ത് പറ്റിയ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കും.